ഹായ് മക്കളെ, ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി 17-ാം തീയതിയാണ്. ഞാൻ ജനുവരി 17 എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 15-ന് ഇംഗ്ലീഷോടുകൂടി തുടങ്ങുന്ന നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഇനി ഒരു മാസം പോലും സമയമില്ല. ആൻഡ് ഒരുപാട് കുട്ടികൾ ഞങ്ങൾക്ക് പേഴ്സണലിയും വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. സാറേ, ഞാൻ ഇതുവരെ കാര്യമായിട്ട് പഠിച്ചൊന്നും തുടങ്ങിയിട്ടില്ല, ഇനി 30 ദിവസം കൊണ്ട് ഇതൊക്കെ പഠിച്ച് തീർക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ കുറച്ച് കുട്ടികൾ സാറേ ഞാൻ പകുതിയിലേറൊക്കെ തീർത്തിട്ടുണ്ട്, ഈ 30 days എങ്ങനെ പഠിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരുമോ? ആൻഡ് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരും സ്മാർട്ടായിട്ട് ഇനി പഠിച്ചാൽ 30 ദിവസം കൊണ്ട് മുഴുവൻ പോർഷൻസും തീർക്കാൻ പറ്റുമെന്ന് മാത്രമല്ല ഫുൾ A1 തന്നെ നിങ്ങൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും കിട്ടും. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ എന്ത് ചെയ്യുക, ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ആൻഡ് ബാക്കി നമ്മൾ ഇതിനങ്ങോട്ട് ഒരുപാട് സ്റ്റഡി ടിപ്പുകളും സ്ട്രാറ്റജീസൊക്കെ ഈ ചാനലിൽ പറയും, അതൊക്കെ അതേപോലെ ഫോളോ ചെയ്യുക. ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല നിങ്ങളെ ക്ലാസ്സിലെ ഫ്രണ്ട്സിന് ഈ ചാനൽ ഷെയർ ചെയ്യുക. ഓക്കെ, സോ 30 ദിവസം കൊണ്ട് എങ്ങനെ പോർഷൻസ് തീർക്കുക എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള 3 സബ്ജക്ട്സ് എന്ന് പറയുന്നത് മാത്സ്, അതിൽ 14 ചാപ്റ്റേഴ്സ് ആണ്. സയൻസ് 13 എൻ്റെ ഓർമ്മ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ഇതുണ്ടാവും, അത് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ സോഷ്യൽ 22 അല്ലേ, ടോട്ടൽ 49 ചാപ്റ്റേഴ്സ്. നമ്മുടെ മുന്നിലുള്ളത് 28 ദിവസമൊക്കെ. 28 ദിവസമില്ല, കാരണം എന്താ വെച്ചാൽ ഫെബ്രുവരി 15-ന് ഇംഗ്ലീഷ് എക്സാം ആണെങ്കിൽ ഫെബ്രുവരി 10-ഓടുകൂടി എന്ത് ചെയ്യണം, നമ്മൾ ഇതൊക്കെ പഠിച്ച് അവസാനിപ്പിച്ച് ഇംഗ്ലീഷിന് കൂടുതൽ ഫോക്കസ് കൊടുക്കണം അല്ലേ. ഇത് കൂടാതെ എന്തുണ്ട്, ലാംഗ്വേജിന് നിങ്ങൾ പല ലാംഗ്വേജ് ആയിരിക്കും, അതേപോലെ തന്നെ ഇംഗ്ലീഷിന് അതിൻ്റെ സ്റ്റഡി സ്ട്രാറ്റജി ഒക്കെ വ്യത്യസ്തമായതുകൊണ്ട് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാനിവിടെ കൊടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇനി മുതലുള്ള നിങ്ങളുടെ പഠന ദിവസത്തിൽ ഡെയിലി എന്ത് ചെയ്യുക, 1 hour നിങ്ങളുടെ ലാംഗ്വേജ്, 1 hour എന്ത് ചെയ്യുക, നിങ്ങളുടെ ലാംഗ്വേജ് ഓർ ഇംഗ്ലീഷിന് മാറ്റി വെക്കുക. അതായത് ഇന്ന് നിങ്ങൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നെങ്കിൽ നാളെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാം. നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ഡേയ്സ് ഒന്നും ആണെന്നില്ല, നിങ്ങൾക്ക് ഏതാണോ മൂഡ് അത് പ്രകാരം എന്ത് ചെയ്യുക, ലാംഗ്വേജസ് നിങ്ങൾ പഠിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടെ, ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ എന്തുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ തരുന്നുണ്ട്. മാത്സ് എങ്ങനെ പഠിക്കണം, സയൻസ് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസം പറഞ്ഞു തരും. പക്ഷേ നമ്മളിത് തീർക്കാൻ പറ്റുമോ എന്നുള്ള പ്ലാനാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, സോ മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, 49 ചാപ്റ്ററും പഠിക്കാനുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ കാര്യം, ഇത്രയും കാലം ഏകദേശം 5-8 മാസം കിട്ടിയിട്ട് എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അത്ര എളുപ്പമായിരിക്കുമല്ലോ അല്ലേ 28 ദിവസം കൊണ്ട് തീർക്കുക. പക്ഷെ അങ്ങനെ എന്തില്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്തുണ്ടാവും, ഇതിൽ 49ഉം അറിയാത്ത കുട്ടികളൊന്നായിരിക്കില്ല. ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് മാത്സിൽ ആദ്യത്തെ ചാപ്റ്ററുള്ള റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. 3-4 മാർക്കിനാണ് ചോദിക്കുക, വളരെ കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. മിക്കവാറും നിങ്ങൾക്ക് അതായിരിക്കും അല്ലേ, ആദ്യം ഈ LCM HCF കണ്ടുപിടിക്കാതെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ, പിന്നെ അതിൻ്റെ വേർഡ് പ്രോബ്ലംസ്, പിന്നെ കുറച്ച് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ വളരെ ചെറിയ √2 is irrational എന്നോ അല്ലെ 5 + √3/5 - √3 ഇറാഷണൽ ആണെന്ന് തെളിയിക്കുക. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് എന്തുണ്ടാവും, മാത്സിലും സയൻസിലും സോഷ്യലും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഈ 3 ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ളത്, അതായത് ഇനി ഒന്നും കൂടെ പഠിക്കേണ്ട ആവശ്യമില്ല, റിവൈസ് ചെയ്താൽ മതി എന്നുള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ആ ചാപ്റ്ററുകൾ ഇനി എക്സാമിന് തൊട്ട് മുന്നേ എന്തുണ്ട്, നിങ്ങൾക്ക് സ്റ്റഡി ലീവുകളുണ്ട്. ആ സ്റ്റഡി ലീവിൽ ഒന്നും കൂടെ റിവൈസ് ചെയ്താൽ മതി. വീണ്ടും എന്ത് ചെയ്യണ്ട, നമ്മളുടെ പെൻഡിങ് ചാപ്റ്റർ, പഠിക്കാനുള്ള ചാപ്റ്ററിലേക്ക് നിങ്ങൾ എത്തണ്ട. അങ്ങനെ ചെയ്താൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ 49 എന്നുള്ളത് 30-ഓ 35-ഓ ഒക്കെ ആയി മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ആശ്വാസമായില്ലേടാ. എന്നാലും സാർ 28 ദിവസമേ പേടിക്കണ്ട. അതിപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ച് എന്തായിരിക്കും, ചില കുട്ടികളെ സംബന്ധിച്ച് അത് 15-ഓ 20-ഓ ചാപ്റ്റേഴ്സേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, ഏകദേശം സെറ്റായില്ലേ. അപ്പം ഇനി നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ നമ്മുടെ എക്സാമിൻ്റെ ടൈം ടേബിളാണ്. എക്സാം ടൈം ടേബിളിൽ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ആരും ഹിന്ദി എന്നുള്ള ലാംഗ്വേജ് എടുത്ത് മണ്ടത്തരം കാണിച്ചിട്ടുണ്ടാവില്ല എന്നാണ്. പക്ഷേ ചില കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് GCSE ഉള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യണം, ഹിന്ദി എടുത്തിട്ടുണ്ടാവും. ഹിന്ദിയിൽ മാർക്ക് സ്കോർ ചെയ്യുക എളുപ്പമെന്നൊക്കെ വിചാരിച്ചിട്ട്, എനിക്കറിയില്ല കേട്ടോ അതെന്താ സംഭവം എന്നുള്ളത്. മിക്കവാറും നിങ്ങൾ അറബിക്കോ മലയാളമോ ഒക്കെ ആവാനാണ് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിന് 4 ദിവസം, അതെവിടെ സാറേ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 15-നല്ലേ തുടങ്ങുന്നത്, 10 മുതൽ 14 വരെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തോ, നിങ്ങൾ എടുത്തോ. അതേപോലെ തന്നെ സയൻസിന് 4 ദിവസമുണ്ട്, സോഷ്യലിന് 4 ദിവസമുണ്ട്, മാത്സിന്, ഹിന്ദി അല്ല നിങ്ങളുടെ എക്സാം എങ്കിൽ, ഹിന്ദി അല്ല നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് എങ്കിൽ മാത്സിന് നിങ്ങൾക്ക് 12 ദിവസം കിട്ടും. സാറേ 12 അല്ലല്ലോ, കാരണം 25-ന് സോഷ്യൽ കഴിഞ്ഞിട്ട് പിന്നെ 10-ാം തീയതി അല്ലേ മാത്സ്, അപ്പോൾ 15-14 ദിവസം കിട്ടൂല. ഇല്ലടാ, ഫെബ്രുവരിയാണ് മാസം, 28 ദിവസമേ ഉള്ളൂ. ഓക്കെ, ലീപ്പ് ഇയറും കൂടി അല്ല ഇത്തവണ. അപ്പം എന്താ ദിവസത്തിൻ്റെ എണ്ണം പിന്നെയും കുറയും. പക്ഷെ സ്റ്റിൽ
12 ദിവസമുണ്ട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 12 ദിവസങ്ങൾ മാത്സ് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 2 ദിവസത്തിൽ എന്ത് ചെയ്യാം, ഒരു ചാപ്റ്റർ പഠിക്കാമെന്നുള്ള രീതിയിൽ, 2 ദിവസത്തിൽ ഒരു ചാപ്റ്റർ പഠിക്കാമെന്നുള്ള രീതിയിൽ വേസ്റ്റ് കേസിൽ ഒരു 6 ചാപ്റ്റർ എങ്കിലും ഇവിടെ പഠിച്ചൂടേടാ. 6 അല്ലല്ലേ, 10. ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രാവിലെ മുതൽ ഫസ്റ്റ് ഹാഫിൽ ഒരു ചാപ്റ്റർ, സെക്കൻഡ് ഹാഫിൽ ഒരു ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവം, മാത്സ് വളരെ ടഫായിട്ടുള്ള എക്സാമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ്. പക്ഷേ ഇപ്പം നമ്മൾ സ്മാർട്ടായിട്ടൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി സയൻസും സോഷ്യലും തീർക്കാനായിരിക്കണം. കാരണം മാത്സിന് നമ്മളെ സംബന്ധിച്ച് എന്തുണ്ട്, ആവശ്യത്തിന് ദിവസങ്ങളുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ അല്ലേടാ? ആവശ്യത്തിന് ദിവസങ്ങൾ. പക്ഷെ മാത്സ് പഠിക്കണ്ട എന്നല്ല എന്ന് പറയുന്നത്, മാത്സ് പഠിക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യലും സയൻസും പൂർണ്ണമായും തീർത്തു വെക്കുക. മാത്സ് 3-4 ചാപ്റ്റേഴ്സ് തീർത്താൽ മതി, ബാക്കി നമുക്ക് എന്തുണ്ട് ഈ സമയത്ത് പഠിക്കാൻ പറ്റും. അപ്പൊ സാറേ പ്രീ മോഡൽ എക്സാം അല്ലെങ്കിൽ എന്താണ് അമ്മ ചീത്ത പറയും, ടീച്ചർമാർ ചീത്ത പറയുന്നൊക്കെ പറയുമ്പോൾ മക്കളെ, അവസാനമായിട്ട് നിങ്ങളുടെ CBSEയുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര A1 ഉണ്ട്, എത്ര മാർക്ക് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് മാത്രമേ ആളുകൾ അന്വേഷിക്കൂ. നിങ്ങളുടെ പ്രീ ബോർഡിന്റെ എക്സാമിന്റെ റിസൾട്ടോ മാർക്കോ ഒന്നും ആരും ചോദിക്കാനും പറ്റില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എനിക്ക് മാത്സിലാകെ എന്താണ് 65 മാർക്കേ ഉള്ളൂ 100-ൽ, പക്ഷെ പ്രീ ബോർഡിന് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു നിങ്ങൾക്കും പറയാൻ പറ്റില്ല. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾ പ്രീ ബോർഡിന് എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്താലും ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണം. ആ 6 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1.5 മണിക്കൂറിന്റെ 3 സ്ലോട്ടുകളാക്കി വെക്കുക. 1.5 മണിക്കൂറിന്റെ 3 സ്ലോട്ടുകൾ. അതിൽ ഒരു സ്ലോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാത്സ് പഠിക്കണം. അടുത്ത 1.5 മണിക്കൂറിന്റെ സ്ലോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സയൻസ് പഠിക്കുക. ആൻഡ് അടുത്ത 1.5 മണിക്കൂറിന്റെ സ്ലോട്ടിൽ നിങ്ങൾ സോഷ്യൽ പഠിക്കുക. എല്ലാ ദിവസവും. അപ്പൊ സാറ് ബാക്കി ഒരു 1.5 മണിക്കൂർ ഉണ്ടല്ലോ, അതിൽ 1 മണിക്കൂർ ഓൾറെഡി നമ്മൾ ലാംഗ്വേജ് ഓർ ഇംഗ്ലീഷിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി വെക്കുന്നുണ്ട്. ആൻഡ് ഒരു അരമണിക്കൂർ ബഫർ ടൈമാണ്. ആ ബഫർ ടൈം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവില്ല, നമ്മളൊരു പകുതി പഠിക്കണം എന്നൊക്കെ ആയിരിക്കുമ്പോൾ 1.5 മണിക്കൂർ തീർക്കാൻ പറ്റില്ല. അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ എടുക്കാം. ഇത്രയും 6 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാൻ പറ്റൂലേ? 6 അല്ലടാ 9 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ, എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ, ഞാൻ എന്തായാലും ചെയ്തു തരുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കഴിഞ്ഞു, നിങ്ങൾക്ക് പഠിച്ച് തീരൂല, അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ ഏകദേശം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ദിവസത്തിൽ ഒരു ചാപ്റ്റർ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും അല്ലേ? അപ്പം ഇനി അങ്ങോട്ടുള്ള 28 ദിവസമാണ് നമ്മളെ മുന്നിലുള്ളത്. അതിൽ 5 ദിവസം നമ്മൾ എന്ത് ചെയ്യാണ്, 5 ദിവസം നമ്മൾ മാറ്റി വെക്കുകയാണ്. ആർക്ക്? ഇംഗ്ലീഷിന് മാറ്റി വെച്ചാൽ ബാക്കിയുള്ള 22 ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾമോസ്റ്റ് 11 ചാപ്റ്റർ സോഷ്യൽ തീർക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് 11 ചാപ്റ്റർ സയൻസ് തീർക്കാൻ പറ്റും. അതേപോലെ തന്നെ 11 ചാപ്റ്റർ മാത്സും തീർക്കാൻ പറ്റും 2 ദിവസത്തിലൊരു ചാപ്റ്റർ ആണെങ്കിൽ. പക്ഷേ സോഷ്യലിൻ്റെ ഒക്കെ കേസിൽ എന്താ, ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നേരത്തെ ഡെയിലി ഒക്കെ ചില ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർക്കാൻ പറ്റില്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ, ഏകദേശം നിങ്ങളൊരു ഫെബ്രുവരി 10 ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് തീർത്തിട്ടുണ്ടാവും. ഇവിടെ ഞാൻ വീണ്ടും പറയാണ്, ഇത് സോഷ്യൽ തീരെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ, തീരെ 49 ചാപ്റ്റർ നിങ്ങൾ പഠിച്ച് തീരാത്താണെങ്കിൽ ഇതിൻ്റെ പ്രയോറിറ്റി കൊടുക്കുക. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ 30 ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുള്ളൂ അല്ലേ? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ചാപ്റ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ കണക്കാണ്. സോഷ്യലാണ് കൂടുതലുള്ളെങ്കിൽ മാത്സ് ചില ദിവസം ഒഴിവാക്കുക, മാത്സ് ആണ് കൂടുതലുള്ളെങ്കിൽ ചില ദിവസം സയൻസോ സോഷ്യൽ ഒഴിവാക്കിക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസം 6 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ബോർഡ് എക്സാമിന് മുമ്പ് പൂർണ്ണമായും തീരണമെന്നില്ല. മാത്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റും, പഠിച്ച് നല്ല സ്കോർ വാങ്ങാൻ പറ്റും. ഒരൊറ്റ കാര്യം മാത്രമേ ഇവിടെ ചോദ്യമുള്ളൂ, നിങ്ങൾ തയ്യാറാണോ 6 hours പഠിക്കാൻ എന്നുള്ളത്. 6 hour പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ബാക്കി ഓരോ സ്ട്രാറ്റജികളായിട്ട് ഈ ചാനലിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരും. നിങ്ങൾ റെഡി ആണെങ്കിൽ റെഡി എന്ന് കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, പഠിച്ചു തീരും. ഫുൾ A1 തന്നെ നമ്മൾ ഉറപ്പിക്കും. എജ്യൂപോർട്ട് കൂടെ ഉണ്ടാവും അവസാനത്തെ പരീക്ഷ വരെ. അപ്പൊ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എന്തായാലും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം കേട്ടോ. ബൈ.